ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. പാവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റും ചെക്ക് ചെയ്ത് നോക്കുക. പാവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാവയ്ക്കാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ സീഡ് അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കണം. നല്ല ചെറുതായിട്ട് അരിയുക കേട്ടോ. കുറച്ച് തിക്കായിട്ട് കനത്തിൽ അരിഞ്ഞെടുക്കരുത്, കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മുടെ പാവയ്ക്ക നല്ല പോലെ നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയി വരണം, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല ചെറുതായി അരിഞ്ഞാൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കണം. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കയ്പ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ. പാവയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഈ കയ്പ്പ് കൊണ്ട് പാവയ്ക്ക കഴിക്കാത്തവരുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമുക്ക് പാവയ്ക്ക. പക്ഷേ അതൊരു കയ്പ്പായതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടമല്ല. അപ്പം എന്താ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്ത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു കയ്പ്പ് രസം കുറയും. നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ കളറൊക്കെ നല്ലപോലെ ചേഞ്ചായി വരുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് പാൻ വെച്ച് കൊടുത്തു. കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വലിയ സവോള വേണ്ട. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള അത്യാവശ്യം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല വലിയ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 1 ചേർത്തിട്ടുള്ളൂ. അത്യാവശ്യം എരിവും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. ഒരു മിനിറ്റ് കൂടി ഇതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് മസാലപ്പൊടികൾ നമ്മളിതിൽ ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ളത് മാത്രം സിമ്പിളായിട്ടേ ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി ഒരുപാട് അങ്ങ് ചേർക്കരുത്, 2 നുള്ള് മതി. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുന്നത് നമുക്ക് പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സ്റ്റേജ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു ഗ്ലാസ്സോളം, ചെറിയ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു പരുവം, കംപ്ലീറ്റ് ആയിട്ട് വറ്റണ്ട, എന്നാൽ ഇതെല്ലാം ഒന്ന് കുറുകി വരും. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കണം. അത് നമ്മൾ കറി ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുക. കറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും ആ പുളി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വെന്ത് ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് ചെക്ക് ചെയ്യണം. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിനകത്തേക്ക് പുളിവെള്ളം ചേർക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കുക.
നന്നായിട്ടിത് തിളയ്ക്കണം. ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക, പിന്നീട് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, ചെക്ക് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. അതല്ല ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരു ഗ്ലാസ്സോളം പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പുളിയുടെ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. ശർക്കര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരിത്തിരി മതിയാവും, ഒരുപാട് ശർക്കര ചേർക്കരുത്. കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് പൊടിച്ച ശർക്കരയാണെങ്കിൽ ഒരു 1-1.5 ടീസ്പൂൺ, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ടൊരു പാവയ്ക്കയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടി ചേർന്നിട്ടൊരു പ്രത്യേക സ്വാദുള്ളൊരു കറിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പാവയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്നൊരു കറിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇട്ടങ്ങ് വറ്റിച്ചെടുക്കരുത്, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ. ഈ ഒരു പരുവത്തിലിരിക്കണം. കുറച്ചൊന്ന് കുറുകിയിരിക്കണം, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കാവാനും പാടില്ല. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര ഒരുപാട് അതിൻ്റെ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അളവ് കുറയ്ക്കാവുന്നതാണ്. എന്നാലും ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ നല്ലതാണ് ഒരു ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അതിനായിട്ടാണ്, നോട്ടിഫിക്കേഷൻ വരാനായിട്ടാണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.